എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് ഫെബ്രുവരി 6 ഡാഡിയുടെ ബർത്ത്ഡേ നടന്നാൽ ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത്. അപ്പം വിഷ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുക്കിംഗ് ആയിട്ട് അങ്ങനെ ഞങ്ങൾ വൈകിട്ട് വെളിയിൽ പോകാനുള്ള പ്ലാനാണ്. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു അപ്പവും മുട്ടക്കറിയും ഉണ്ട്. ആ മുട്ടക്കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ ഞാൻ ചേർത്തത് എന്താണെന്ന് നിങ്ങളൊന്ന് നോക്കേ. നല്ല കൊഴുപ്പ് കിട്ടും. നല്ല അടിപൊളി മുട്ടക്കറിയായിരുന്നു. പിന്നീട് എന്താ അപ്പോൾ ഞാൻ രാവിലെ തൊട്ട് ഈ പിള്ളേർ വരുന്നിടം വരെയുള്ള വീഡിയോ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ വെളിയിൽ പോകുന്നത് നാളെ ഞാൻ ചെയ്യാമേ. അപ്പം ഞാൻ ഡാഡിയെടുത്ത് പറയാനായിട്ട് ഒരു മിനിറ്റ് വിഷ് ചെയ്തവരുടെ താങ്ക്സ് പറഞ്ഞതാണ്. ഡാഡി അവിടെ കിടക്കും, അതുകൊണ്ട് ഞാൻ പിന്നെ വിളിച്ചില്ല. പിന്നെ രാത്രി വന്നിട്ട് ഇപ്പോൾ 9 മണിയാകുമ്പോൾ റീച്ചാൻ എത്തുമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട്. 9 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ പോകും. ഓക്കെ, ഇന്നിപ്പം വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോവാം. അപ്പം കിടക്കും, ഓർമ്മ ഞാൻ പിന്നെ വിളിച്ചില്ല. അതുകൊണ്ട് രാത്രി വന്നിട്ട് ഞാൻ ഓർക്കുവാണെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ അപ്പത്തിനായിട്ട് മാവ് അരച്ച് വെച്ചു. ഞാൻ ഈസ്റ്റ് ചേർക്കാതാണ് അരച്ച് വെക്കുന്നത്. അപ്പം ഞാനിതെല്ലാം നന്നായി അരച്ചിട്ട് 2 ഗ്ലാസ് പച്ചരി, 1 കപ്പ് തേങ്ങ, ഒരു 3/4 കപ്പ് ചോറ്, എന്നിട്ട് ഇച്ചിരി 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര, എന്നിട്ട് ആ തേങ്ങയുടെ വെള്ളം ഒഴിച്ചാൽ ഞാൻ ആദ്യം അരച്ചത്. പിന്നെ നമ്മൾ നോർമൽ വാട്ടർ ചേർക്കും ആവശ്യമുണ്ടെങ്കിൽ. അപ്പം ഞാനിത് അരച്ചിട്ട് നന്നായി ഒരു 3-4 മിനിറ്റിൽ ഇങ്ങനെ നന്നായി നമ്മളിതൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് ഒന്ന് വെക്കണേ. അതേസമയം തണുപ്പ് സ്ഥലത്താണെങ്കിൽ നിങ്ങളൊരു ചരുവത്തിൽ ഇച്ചിരി വെള്ളം ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് നേരം മാവ് ഇറക്കി വെക്കണം. എന്നിട്ട് അത് തണുക്കുന്ന ഉടനെ വീണ്ടും അതുപോലെ ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ വെക്കും. നല്ല തണുപ്പേറിയാണെങ്കിൽ അത് രണ്ടാമത് ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ മാവ് നന്നായി പുളിച്ച് കിട്ടും. രാവിലെ ഞാൻ മാവ് പിന്നെ ഞാൻ കലക്കി ഉപ്പൊക്കെ ചേർത്ത് വെച്ചത് ആ ഷോർട്ട് എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിന്നൊരു അബദ്ധം പറ്റിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. വീഡിയോസുകൾ ഞാൻ എടുത്തതും കുറച്ച് ഞാനിങ്ങനെ സ്ഥലമില്ലാഞ്ഞ് സ്പേസ് ഇല്ലാഞ്ഞ് ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഇതുകൂടെ അങ്ങ് പ്രസ് ചെയ്ത് പോയി. അപ്പോൾ ഞാൻ രാവിലെ മാവിലൊക്കെ ഉപ്പൊഴിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കറി വയ്ക്കാനായിട്ട് ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് കറിവേപ്പില ഇട്ട് പിന്നെ സവാള ഒരു 2 വലിയ സവാളയും അതിലേക്ക് പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് ഇത്. അതൊന്ന് ഇച്ചിരി വാടി വന്നോണ്ടേ ഞാനൊരു ടൊമാറ്റോയുടെ ചേർത്ത്. ഈ ടൊമാറ്റോ പുളി അധികം ഉള്ളതല്ല, അഥവാ നല്ലതായിട്ട് ഇച്ചിരി പുളിയാണെങ്കിൽ അരമുറി മതി കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് ഈ സവാളയൊന്ന് വഴട്ടി എടുക്കട്ടെ നന്നായി. അപ്പം ഞാൻ കുക്കറിൻ്റെ അകത്ത് മുട്ടയും ഉരുളൻകിഴങ്ങും കൂടെ ഒരു വിസിലടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സവാളയൊക്കെ ഒന്ന് വഴന്ന് ടൊമാറ്റോയും ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉരുളൻകിഴങ്ങ് വെന്തത് ഞാനിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചീനച്ചട്ടിയുടെ അടിയിൽ ഇതൊക്കെ ഒന്ന് പിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഒരു സ്വല്പം വെള്ളം അതിൻ്റെ അടിയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായി ഇത് ഇച്ചിരി നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അന്നേരം ഉരുളൻകിഴങ്ങൊക്കെ നല്ല മഞ്ഞ കളറിൽ ഇരിക്കും. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒത്തിരി വേണ്ട, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഈ കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ എരിവാണ് നമുക്കിതിലുള്ളത്. നമ്മൾ മുളക് പൊടി ഇതിൽ ചേർക്കുന്നില്ലേ. അപ്പോൾ ഇതിൻ്റെയും കൂടെ തീ കുറച്ചിട്ട് ഇതിൻ്റെ എല്ലാം പച്ചമണം പോകുന്ന വരെ ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം പോയി ഇതിലേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങ, 2 ഏലക്ക, 1 ടീസ്പൂൺ കടലമാവ്, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഒത്തിരി വേണ്ട. കടലമാവ് ഒരു കൊഴുപ്പ് കിട്ടാനാണ് ഞാൻ ഈ കടലമാവ് ചേർത്തത്, ഇതിൻ്റെ അകത്ത് ചേർത്ത് അരച്ചത്. കൂടുതൽ നമ്മൾ ചേർക്കുകയാണെങ്കിൽ ആ കടലമാവിൻ്റെ ടേസ്റ്റ് നമുക്ക് മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് ഞാനൊരു 1 ടീസ്പൂൺ ഇതിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ കറിയൊക്കെ തിളച്ചപ്പോഴേ അത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഉരുളൻകിഴങ്ങ് വേണ്ട എങ്കിൽ ഉരുളൻകിഴങ്ങ് ചേർക്കാതെയും ബാക്കിയെല്ലാം ചെയ്തിട്ട് ഇതുപോലെ ചെയ്യാം. ഇതിലേക്ക് ഞാൻ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണേ. അന്നേരമാണ് അതിൻ്റെ ആ ടേസ്റ്റ് അതുപോലെ നമുക്ക് കിട്ടുന്നത്. അതായത് കടലമാവിൻ്റെ വല്ലതും ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടും. അപ്പോൾ അതാണ്ട് ഈ കറി ഞാൻ ഈ പരുവത്തിലല്ല എടുക്കുന്നത്, ഇച്ചിരി കൂടെ ലൂസായിട്ടാണ് എടുക്കുന്നത്. ഈ പരുവത്തിൽ നിങ്ങൾക്ക് എത്രയും ചാറ് വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാമേ. ഞാൻ ഇനി ഇച്ചിരിയും കൂടെ ഒരു ചൂടുവെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇച്ചിരി ഒന്ന് ലൂസാക്കുന്നത്.
അപ്പം നമ്മുടെ അടിപൊളി കുറിയ ചാറോട് കൂടിയ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ടിന്യൂസ് ഈ കറി അങ്ങനെ ചെയ്യുമല്ലായിരുന്നു. ഈ ഇടയ്ക്ക് ഞാൻ ചായയൊക്കെ വെച്ചു, പിള്ളേർക്ക് കുടിക്കാനുള്ളതൊക്കെ എടുത്തായിരുന്നു. അപ്പം ഞാൻ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് അങ്ങനെ കാണിച്ചാൽ. ഈ കാണിച്ചതൊക്കെ ഞാൻ നേരത്തെ ക്ലിപ്പായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണ് ഞാൻ മുട്ടക്കറിയുടെ മൊത്തത്തിലിങ്ങനെ ഇട്ടത്. അപ്പോൾ കൊച്ചുങ്ങൾക്കുള്ള ഇച്ചിരി മഞ്ഞപ്പാലൊക്കെ പച്ചമഞ്ഞൾ കിട്ടിയായിരുന്നു. അതൊന്ന് ചതച്ച് ഇച്ചിരി പാലൊന്ന് ആദ്യം ഒന്ന് നന്നായി തിളപ്പിച്ചിട്ട് പിന്നെ ബാക്കി പാലൂടെ ഒഴിക്കും. അപ്പോൾ എനിക്കിത്തിരി അബദ്ധം പറ്റി. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടല്ല, ഈസ്റ്റിന് പകരം ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് മാവ് അരച്ച് വെച്ചത്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചത് കാരണം എൻ്റെ കല്ല് ഭയങ്കരമായിട്ട് ചൂടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കറക്കിയ വഴിക്ക് അതിങ്ങനെ വിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ വേണ്ട ഇപ്പോഴും ചൂട് ഇത്തിരി ഉണ്ട്. എന്നിട്ട് ഞാൻ ഇച്ചിരി തീ കുറച്ചിട്ട് പിന്നെ സാവകാശം ചെയ്തോണ്ടേ റെഡിയായി. കണ്ടോ മറിഞ്ഞിങ്ങി വന്നത്. പക്ഷേ അതുപോലെ സോഫ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ ഷേപ്പില്ലായിരുന്നു എങ്കിലും നല്ല സോഫ്റ്റായിട്ട് കിട്ടി. അപ്പോൾ ഞാൻ ചായ എടുത്ത് മാറ്റിയോണ്ടേ അടുത്ത പാനൂടെ വെച്ച് നമ്മുടെ അപ്പച്ചട്ടിയും കൂടെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ എൻ്റെ ഈ അപ്പച്ചട്ടിയേക്കായി കുറേയും കൂടെ അപ്പം സോഫ്റ്റായിട്ട് കിട്ടുന്നത് എൻ്റെ മറ്റേത് ഞാൻ ഇപ്പം പുതിയത് നാട്ടിൽ നിന്ന് റീച്ചാൻ ഒരു പ്രാവശ്യം പോയണേ കൊണ്ടുവന്നതാണ്. അപ്പം നമ്മൾ ഈസ്റ്റ് ചേർക്കാത്തപ്പം നമുക്ക് ആ തേങ്ങയുടെയൊക്കെ ടേസ്റ്റ്, വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയൊക്കെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റും. അപ്പം ഞാൻ 2 അപ്പച്ചട്ടിയിലൂടെ പെട്ടെന്ന് ഉണ്ടാക്കട്ടെ. എന്നിട്ട് ചൂടോടെ ഞാൻ ഉണ്ടാക്കുന്നത് ഓരോരുത്തർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഒരു നല്ലൊരു ജഗ പുകയാണ് ഇവിടെ, നല്ല പായ്ക്കാം നമുക്ക് അന്നേരം ഈ രാവിലെ സ്കൂളിലൊക്കെ പോകുന്നവർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ അപ്പച്ചട്ടിയേക്കായി ഇപ്പുറത്തിരിക്കുന്ന എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന അപ്പച്ചട്ടിയാണ് കുറേയും കൂടെ അപ്പം സോഫ്റ്റ്. ഒരേ മാവാണേ. അപ്പം ഞാൻ എടുക്കുന്നതൊന്ന് ശ്രദ്ധിച്ചിരുന്നാണ്ട്. ഇതെന്ന് പറയുന്നത് അപ്പം കുറേയും കൂടെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. പക്ഷെ മറ്റേ അപ്പച്ചട്ടിയിലാണെങ്കിൽ ഈ സൈഡൊക്കെ ഇത്തിരി ഒന്ന് ചുരുണ്ട് വരും. അപ്പം ഡാഡിക്ക് കൂടെ കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ചായ കുടിക്കാനായിട്ട് എടുത്തത്. മോളിന് സോഫ്റ്റ് വേണ്ട, ഇച്ചിരി മുരിഞ്ഞ് വേണമെന്ന് ചേരോടെ ഇരിക്കട്ടെ. പ്രൈസിനോട് കഴിക്കാൻ പറയണേ, അവന് കണ്ടിട്ട് മുട്ട ഇതുവാന്ന് പറഞ്ഞിട്ടും അവനിപ്പോൾ വേണ്ടാന്നും പറഞ്ഞ് നിൽക്കുക. എന്തോ ചെറുക്കനാന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു പിന്നാണെങ്കിൽ ഞാൻ ഇനിയും തരത്തുമില്ല, എനിക്ക് വേറെ ജോലിയുണ്ട്, മര്യാദയ്ക്ക് കഴിക്കടാന്ന് പറഞ്ഞു. അപ്പം കുറച്ച് കഴിഞ്ഞൊന്നേ വേണമെന്നും പറഞ്ഞ് വന്ന് കഴിക്കാഞ്ഞേ നല്ലതെന്ന് പറഞ്ഞല്ലായിരുന്നോ? അവന് ടിഫിൻ കൊണ്ടുപോകാനായിട്ട് പിന്നെ ചീസ് ബ്രെഡ് ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ നോക്കിയുണ്ടെങ്കിൽ ഒരു ചീസേ ഉള്ളായിരുന്നു. അപ്പോൾ ഒരു ചീസ് ബ്രെഡും പിന്നെ ആ വെജിറ്റബിൾ പാറ്റീസ് ഇരിപ്പുണ്ടായിരുന്നു, അത് ഒരെണ്ണം ഉണ്ടാക്കി. ഇന്ന് 2 ടൈപ്പ് അവന് കൊടുത്തു വിട്ടെ. ഞാൻ ഈ ബ്രെഡ് നന്നായിട്ട് ചൂടാക്കിയിട്ട് ആ വശത്ത് ഇങ്ങനെ ചീസ് വെക്കും. അപ്പോൾ അങ്ങ് നന്നായി മെൽറ്റാവും. ഓവന് വെച്ചാൽ പെട്ടെന്ന് മെൽറ്റാവും. പക്ഷേ ഇതുപോലെ ബ്രെഡ് മുരിഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ബ്രെഡ് മുരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന പാനിൻ്റെ അകത്ത്. ഇങ്ങനെയൊക്കെ ഉള്ളത് ടിഫിന് കൊടുത്തു വിട്ടാൽ വലിയ സന്തോഷം ആശാനും. പ്രൈസ് ഇന്നലെ 12 മണി വരെ ഇരുന്നു. 12 बजे आएगा पप्पा അടുത്ത് വേറെ കേക്ക് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന്. പ്രൈസ് ഉറങ്ങിപ്പോയി. ഞങ്ങൾ തിന്നു. अरे नहीं मजाक नहीं कर रहा, पापा ने पेस्ट्री लाया था, 5 लाया था पापा। 5 केक your age should be yes, no should be no. Appacha 2 kaichu, we 3 kaichu, you didn't get, you sleep, you miss everything.
पापा आपको क्या जरूरत था? मेरे को वैसे भी पता है झूठ बोल रहा है। नहीं सही में कौन सा केक शॉप खुला है 12 बजे तक? झूठ बोल के किसी को मारने पड़ता है। अच्छा जोक मारा के हंसी आता है बहुत जल्दी। शी ऊपर क्या बोलते നിന്റെ നാക്ക് പോയി നല്ലായിട്ട് ചീറ്റടാ പോയി ചീട്ട് നാക്കിലെല്ലാം ഡ്രൈ ഡ്രൈ എടാ അതിന്റെ താഴെ ഇറങ്ങ്, താഴെ ഇറങ്ങ്. വേണ്ട, ഇറങ്ങ. നീ ഒരുങ്ങടാ ഫ്രൈസൻ. अरे यार प्लीज मैं छुट्टी लूं। പിന്നെ എന്തോത്തിന് ചുട്ടി? मैं बीमार हूं। जाना बाहर हमको रात ഫ്രൈസൻ ചുമ്മാ കള്ളം പറയില്ല കേട്ടോ. मैं बीमार हूं। ആ വേണ്ട, ഒരു ബീമാറും ഇല്ല, അങ്ങ് പോയേച്ചാ മതി. ഇതാണ് ഡ്രസ്സ് അവിടെ എടുത്ത് വെച്ചേക്കുന്നത്. मैं बीमार हूं मम्मी। ആ मेरे को घर पे ही रहना है। ആ വേണ്ട. ठीक है मैं घर पे ही रहता हूं। हैप्पी बर्थडे हैप्पी बर्थडे हैप्पी बर्थडे कर ले। क्या? अबे आपको किसने विश किया क्या? बर्थडे पहले विश किया मोनाई, उसके बाद में कम ऑन आएगा 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 इसका लिसी विश किया। उसके बाद में तंगचन और 4 जन था मिलके। ഞാൻ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ വന്നപ്പോഴല്ലേ അറിഞ്ഞത് എൻ്റെ വീഡിയോ എല്ലാം ഡിലീറ്റ് ആയിപ്പോയെന്ന്. ഞാൻ ആ ടെൻഷൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവനോട് പറഞ്ഞ കൊച്ചിൻ്റെ തലയൊന്ന് ശരിയാക്കി കൊടുക്കുന്നു. ഈ ചെറുക്കൻ ഇവനെ ഇങ്ങനെ കുരുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കൊച്ചവനത് ഇഷ്ടമല്ല. എന്നിട്ട് അവൻ തലയിൽ ഇച്ചിരി ഓയിലൊക്കെ തേച്ചിട്ടിട്ട് ഇതാക്കും. അപ്പം പറഞ്ഞ് നിൻ്റെ പല്ല് കറുത്തിരിക്കുന്നു, ഞാനൊന്ന് തേപ്പിക്കാമെന്നും പറഞ്ഞ് പോയി തേപ്പിക്കാൻ. പക്ഷേ മറ്റവനും അങ്ങ് അടങ്ങി നിന്നു ഇന്ന്. അല്ലെങ്കിൽ അവൻ ചെയ്യാൻ സമ്മതിക്കത്തേ ഇല്ല. ഞാൻ അന്നേരം ഇവിടെ ഇരുന്ന്, ഞാൻ ഇവിടെ ചേറയിരുന്ന് ടെൻഷനിൽ ഇരുന്ന്, എന്നാലും ഇത് കണ്ടോണ്ടേ ഞാൻ കുറച്ച് വീഡിയോ എടുത്തതാണ്. ഞാനാകെ ടെൻഷനിൽ ഇരിക്കുമായിരുന്നു. കാരണം നല്ല ക്ലിപ്പുകളായിരുന്നു പോയത്. അപ്പം നമ്മൾ കഷ്ടപ്പെട്ടൊരു വീഡിയോ എടുത്തിട്ട് ആ ക്ലിപ്പുകൾ എൻ്റെ തന്നെ ഇതിൽ ഞാൻ വെപ്രാളത്തിൽ പെട്ടെന്ന് ചെയ്തതാണ്. എന്തായാലും ഞാൻ ഇത് എടുക്കുന്ന കണ്ടോണ്ടെങ്കിൽ എനിക്കങ്ങ് ചിരിയും. പ്രൈസനെ ആണെങ്കിൽ അവനിട്ടങ്ങ് വലിച്ച് ശരിയാക്കുക. പ്രൈസൻ അവിടെ നിന്ന് അങ്ങ് രക്ഷപ്പെട്ടാൽ മതിയെന്നാ. छोड़ दे ना। ബ്യൂട്ടീഷ്യൻ പിന്നെ ചെയ്യടാ. तो क्या करूं? छोड़ तू मुझे कसम दिमाग खराब किया। तू इधर रुक अपचा उड़ गया अपचा उड़ गया पापा से बताओ पापा से बताओ मैं नहीं दिख रहा हूँ दिख रहा मैं नहीं दिख रहा हूँ Raisman is a very famous film star. Raisman is a very actor in Vijay's Kitchen. Actor in Vijay's Kitchen. थैंक यू थैंक यू थैंक यू थैंक यू थैंक यू। कौन क्या करे? हाँ। कौन क्या करे? ओमकार ओमकार एक लड़के को तैयार करने में മലയാളത്തിൽ പറയടാ. ഒരു ചെറുക്കനെ ഒരുങ്ങിക്കാൻ രണ്ടാൾക്കാർ വേണം. മൂന്നാൾക്കാർ വേണം. कैसे? നിനക്ക് തിന്നാൻ വേണ്ടി അമ്മ വേണം, നിന്റെ ഷൂ ലേച്ചാൻ പപ്പൻ വേണം, ഇന്ന് നിന്റെ മുഖം കഴിക്കാൻ പെഡിക്യൂർ ചെയ്യാൻ വേണം. अच्छा चाहिए नहीं पापा ही करते तो। ആ പപ്പ ബിസി ആയിരുന്നു, ഞാൻ ഉണ്ടായിരുന്നു. मेरे को ही देख रहा हूँ। അറിയാം, നീ ജാത സംസാരിക്കണ്ട. നിന്റെ കാര്യം നോക്കി വാന്റെ കൂടെ പ്രേ കറോ ഭാई प्रे प्रे क्या कर रहा हूँ? क्या करने में इधर वो प्रे किया अपने उसमें इधर बोल दरवाजा खोल जा ना।
Press the lot, guys. അവർ പോയി. അപ്പം കച്ചട എടുത്തുകൊണ്ട് പോയായിരുന്നു. ഇനി ബക്കറ്റൊക്കെ എടുത്തുകൊണ്ട് പോയി. ബാക്കി ജോലികൾ എല്ലാം കിടക്കുന്നേ ഉള്ളൂ ഇനിയും ചെയ്യാൻ. അവർ പോയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതെല്ലാം പാത്രങ്ങളെല്ലാം സോപ്പിട്ട് വെച്ച് അതൊന്ന് കഴുകിയെടുക്കണം. ബാക്കി എല്ലാ ജോലികളും കിടക്കുന്നേ ഉള്ളൂ. ഇവൻ പോയതിന് ശേഷം ചിലപ്പോഴെങ്ങാണ് ഞാൻ അതിന് മുമ്പിട്ട് ഇവിടെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ എടുത്ത് വെക്കാറുണ്ട്. ഇന്ന് പക്ഷേ ഇതെല്ലാം ഇനിയും ചെയ്യാൻ കിടക്കുന്നു. അപ്പം ഇന്ന് സാവകാശം ഞാൻ പറഞ്ഞിട്ട് ഉച്ചയ്ക്കൊന്നും അങ്ങനെ കറിയൊന്നും ഉണ്ടാക്കി നമുക്ക് സമയം കളയണ്ട. ഉള്ള സമയം പിന്നെ വെളിയിൽ നിന്നാണ് വൈകിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ചപ്പാത്തിക്ക് രാവിലത്തെ കറിയും കൊണ്ട് അത് കുറച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് ഞാനത് അപ്പത്തിനെടുക്കുന്നതിന് മുമ്പിട്ടേ ഇത്തിരി നന്നായിട്ട് പിന്നെ കുറുകിയ തിക്കോട് കൂടി ഇച്ചിരി ഗ്രേവി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഉരുളൻകിഴങ്ങും ആ മസാലയും കൂടെയൊക്കെ. അപ്പോൾ അത് നല്ല ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട്. ഇന്ന് കുക്കിംഗ് ഇല്ലായിരുന്നു എങ്കിലും പിന്നെ എനിക്ക് കബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. അങ്ങനെ വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫ്രണ്ട് റൂം ടേബിളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എത്ര ക്ലീൻ ചെയ്താലും 2 ദിവസം അവിടെ ഇരിക്കും. വീണ്ടും അതെല്ലാം തതയുക തന്നെ. അപ്പോൾ വൈകുന്നേരം ആയണേ പ്രൈസമ്മോനെ വിളിച്ചുകൊണ്ട് വരും. 2 പേരും തോളെ കൈയിട്ടോണ്ട് വരുവാ, ചേട്ടനും അനിയനൂടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.